കിളികളോട് കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോ കരളിനോടു നീ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ പാട്ടൊക്കെ പാടുന്നതെന്ന്. പാട്ട് പാടാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു നമ്മൾ പോയത്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ, അത്രയ്ക്കും ഫ്ലവറിൻ്റെ കൊട്ടാരമായിരുന്നു, ഫ്ലവറിൻ്റെ കൊട്ടാരം. സത്യം പറയുക നമ്മളെല്ലാവരും നെട്ടിപ്പോയിട്ടോ. നമ്മൾ ഫ്ലവർ കാണാനായിട്ട് പോയതൊന്നല്ല കേട്ടോ, എത്തിപ്പെട്ടതാണ്. സത്യം പറയാച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ മക്കളായിരുന്നു ഇതിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്തത്. കാരണം അവർക്ക് പറ്റിയ കുറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തായാലും മുതലായിട്ടുണ്ട്. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്ന് പറയാച്ചാൽ നമ്മൾ എവിടെ പോകാൻ വെച്ചാലും ഏത് സംഭവത്തിൽ നിൽക്കുക വെച്ചാലും നമ്മളെ 3 മക്കളും കൂടി ഉണ്ടായിരുന്നു. അതായത് ശ്യാമോനും നിലമോനും ധുവമോളും. ഒരു 3 ആളില്ലാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും വേണ്ടിയില്ല, അൽഹംദുലില്ലാ പോയി. നമ്മൾ എന്തായാലും അടുത്ത കൊല്ലെങ്കിലും എൻ്റെ മക്കളെല്ലാവരായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയും മക്കൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും, കാരണം ഫ്ലവേഴ്സിൻ്റെ പലവിധ ടൈപ്പ് ഫ്ലവർ കാരണം നമ്മൾ കാണാത്ത കുറേ ടൈപ്പുകളുണ്ട്. കാരണം നമ്മളവിടെ ഒന്നും ഉണ്ടാവില്ല സംഭവം. നമ്മളത് കുറച്ച് ചെടി കഷ്ണം പറിച്ച് കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിട്ടാലും പോലും അത് ഇവിടെ പിടിക്കില്ല. അതാണ് വയനാടിൻ്റെ ഭയങ്കര ഒരു ഹൈലൈറ്റ്. വയനാട്ടിൽ ഏത് ചെടിയും ഏത് കാലാവസ്ഥയിലും പിടിക്കും. നമ്മളിവിടെ അങ്ങനെയല്ല. മൊത്തത്തിൽ എന്തായാലും വേണ്ടില്ല, ഉഷാറായിരുന്നു. അങ്ങനെ കുറച്ച് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ നെഹ്ലൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്, പിന്നെ ഇതിൻ്റെ നമ്മൾ കുറച്ച് കിളികളും കുറച്ചിങ്ങനെ കാണാത്ത കോഴിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ കണ്ടു. പിന്നെ ലോങ് വീഡിയോ ഉണ്ട്, അപ്പം നമ്മൾ ലോങ് വീഡിയോ കാണാൻ മറക്കണ്ട. ഇതിൻ്റെ ഒരു വലിയ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്, അപ്പോൾ എല്ലാവരും കാണാം. അപ്പം നമ്മളെ വീഡിയോ ഇതുവരെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പം നമുക്ക് അടുത്ത വർഷം പോകാനുള്ള വിധി കൂട്ടി തരട്ടെ പഠിച്ചോന്, അതിനുള്ള ആയുസ്സും ആരോഗ്യം തരട്ടെ. അപ്പം ഓക്കെ, കാണാൻ മറക്കല്ലേ.